കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 1-ാം സർഗം നമ്മുടെ കഴിഞ്ഞു. ഇനി 2-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇതിൽ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകേണ്ടതാണ് ആദ്യം. എല്ലാം നമുക്കറിയണ കഥയാവുകൊണ്ട് നമുക്കിങ്ങനെ പോവാം. അപ്പോൾ ആസ് യൂഷ്വൽ ഈ സർഗത്തിൻ്റെ ആരംഭത്തിൽ ശിവൻ ശ്രീപാർവതിയോട് പറയണതാണ്. ശ്രീ മഹാദേവ ഉവാച വിരാധേ സ്വർഗദേ രാമോ ലക്ഷ്മണേന ച സീതയാ ജഗാമ ശരഭംഗസ്യ വനം സർവസുഖാവഹം. അപ്പോൾ ശിവൻ പറയാണ് ശ്രീപാർവതിയോടെ, വിരാധേ സ്വർഗദേ രാമോ വിരാധേ സ്വർഗദേ വിരാധന് സ്വർഗം ലഭിച്ചപ്പോൾ മീൻസ് വിരാധവധം കഴിഞ്ഞതിന് ശേഷം രാമ ലക്ഷ്മണേന സീതയാച്ച ശ്രീരാമൻ ലക്ഷ്മണ സഹിതനായിട്ട് സർവസുഖാവഹം ശരഭംഗസ്യ വനം സർവസുഖത്തെയും ഉണ്ടാക്കുന്ന ശരഭംഗൻ്റെ വനത്തെ ജഗാമാഗമിച്ചു. ശരഭംഗ മഹർഷി താമസിക്കണ സ്ഥലത്തൊക്കെ ആണ് പിന്നെ അവിടുന്ന് പോയത്. വിരാധവധത്തിന് ശേഷം സീതാലക്ഷ്മണ സഹിതനായിട്ട് ശ്രീരാമൻ ശരഭംഗ മഹർഷിയുടെ ആശ്രമസ്ഥാനത്തിലേക്ക് പോയി. ആ സ്ഥലം സർവസുഖത്തെയും തരുന്നതായിരുന്നു എന്നാണ് അല്ലേ. ശ്രീ മഹാദേവ ഉവാച വിരാധേ സ്വർഗദേ രാമോ ലക്ഷ്മണേന ച സീതയാ ജഗാമ ശരഭംഗസ്യ വനം സർവസുഖാവഹം. ശരഭംഗസ്തതോ ദൃഷ്ട്വാ രാമം സൗമിത്രിണാ സഹ ആയാന്തം സീതയാ സാർദ്ധം സംഭ്രമാദുദ്ധിത സുധീഹി. തതഃ സുധീഹി ശരഭംഗഃ. അനന്തരം വളരെ സുധി പറഞ്ഞാൽ നല്ല ബുദ്ധിയോടെ, ധീ പറഞ്ഞ ബുദ്ധിയിലെ, സുധി പറഞ്ഞാൽ വളരെ നല്ല തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയ ശരഭംഗ മഹർഷി സൗമിത്രിണാ സഹ സീതയാ സാർദ്ധം സൗമിത്രിയോടും ലക്ഷ്മണനോടും സീതയോടും കൂടി വന്ന രാമനെ ആയാന്തം രാമം ദൃഷ്ടുവ വന്ന രാമനെ കണ്ടിട്ട് സംഭ്രമാദുദ്ധിത വേഗം നീട്ടു. പെട്ടെന്നല്ലേ വന്ന് കയറണത്, അപ്പോൾ പരിഭ്രമിച്ചങ്ങോട്ട് നീട്ടു. അത്രയ്ക്ക് ബഹുമാനം, അത്രയ്ക്ക് ശ്രീരാമനെ പറ്റി കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ശരഭംഗ മഹർഷി. അപ്പോൾ സീതാലക്ഷ്മണ സമേതനായിട്ട് തൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന രാമനെ തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയ ശരഭംഗ മഹർഷി കണ്ട ഉടനെ ആ ബഹുമാനം കൊണ്ടേ സംഭ്രമത്തോടു കൂടി നീട്ടു. ശരഭംഗസ്തതോ ദൃഷ്ട്വാ രാമം സൗമിത്രിണാ സഹ ആയാന്തം സീതയാ സാർദ്ധം സംഭ്രമാദ് ഉത്ഥിത സുധീഹി. ഇനി 3. അഭിഗമ്യ സുസംപൂജ്യ വിഷ്ടരേഷു ഉപവേശയത് ആതിഥ്യമകരോത്തേഷാം കന്ദമൂലഫലാദിഭി. വേണ്ട പോലെ സൽക്കരിക്കണ കാര്യം പറയണം. അഭിഗമ്യ സുസംപൂജ്യ, നീട്ടിട്ട് വേണ്ട പോലെ പൂജിച്ചു, മീൻസ് ആദരവോടെ പൂജിച്ചിട്ട് വിഷ്ടരേഷു ഉപവേശയത് ദർഭോണ്ട് പുല്ല് വിരിച്ച ആസനം ഇരിക്കാനേ സീറ്റ് കൊടുത്തു. കന്ദമൂല ഫലാധിപി, കിഴങ്ങുകളും ഫലങ്ങളും അതല്ലേ ഉള്ളൂ കാട്ടിൽ. അതാത് കാലത്ത് അവൈലബിളായിട്ടുള്ള കിഴങ്ങുകളും ഫലമൂലാദികൾ കൊണ്ട് എന്ത് ചെയ്തു? തേഷാം ആതിഥ്യം അകരോത്, നല്ലോണം അതിഥി സൽക്കാരം ചെയ്തു. അഭിഗമ്യ സുസംപൂജ്യ വിഷ്ടരേഷൂപവേശയത് ആതിഥ്യമകരോത്തേഷാം കന്ദമൂലഫലാധിപി. അതായത് വന്ന് വിധിപ്രകാരം പൂജിച്ച ശേഷം 3 ദർഭാസനങ്ങളിലൊക്കെ ഇരുത്തി കിഴങ്ങുകളും ഫലമൂലങ്ങളും കൊണ്ട് സൽക്കരിച്ചു. ഇനി 4-5 പ്രീത്യാഹ ശരഭംഗോപി രാമം ഭക്തപരായണം ബഹുകാലമിഹൈവാസം തപസേ കൃതനിശ്ചയ. ഇനി 5-ാമത്തെ 3 വരിയുണ്ട് കേട്ടോ. തവ സന്ദർശനാകാംക്ഷീ രാമ ത്വം പരമേശ്വര അദ്യമത്തപസാ സിദ്ധം യത് പുണ്യം ബഹുവിദ്യതേ തത്സർവം തവ ദാസ്യാമി തതോ മുക്തിം വ്രജാമ്യഹം
നമുക്ക് മനസ്സിലാവും, വായിച്ചാൽ അത്രയ്ക്ക് സിമ്പിളാണ്. ഭക്തപരായണം രാമം, ഭക്തന്മാരുടെ ഗതി അല്ലേ, അതായത് പരമഗതി സ്ഥാനഭൂതനായ രാമനോട് ശരഭംഗ അഭിപ്രീത്യ സന്തോഷിച്ചും കൊണ്ട് ശരഭംഗ മഹർഷി പറഞ്ഞു, രാമഃ ത്വം പരമേശ്വര, രാമ അങ്ങ് പരമേശ്വരനാണെന്ന് എനിക്കറിയാം, അതായത് സർവ ജഗന്നാഥനാണെന്ന് എനിക്കറിയാം. തവ സന്ദർശന ആകാംക്ഷി, അങ്ങയുടെ സന്ദർശനം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവനും, തപസേ കൃതനിശ്ചയ, തപസ്സിനായിക്കൊണ്ട് നിശ്ചയിച്ചവനും, ബഹുകാലം ഇഹ ഏവ ആസം, കുറേ കാലമായിട്ട് അങ്ങയുടെ ഈ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, വസിച്ചു വരുന്നു. കുറേ കാലമായി ഞാൻ തപസ് ചെയ്ത് അങ്ങേ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അത് അങ്ങേ കാത്തിരിക്കുകയായിരുന്നു. തപസാ സിദ്ധം, ഇപ്പം എൻ്റെ തപസ് കൊണ്ട് സിദ്ധിച്ച യത് ബഹുപുണ്യം വിദ്യതേ, ഈ പുണ്യം ഉണ്ടല്ലോ അങ്ങയുടെ ദർശനം എന്നുള്ള പുണ്യം, തത് സർവം അദ്യ തവ ദാസ്യാമി, അതെല്ലാം ഇപ്പോൾ ഞാൻ അങ്ങയ്ക്ക് ദാനം ചെയ്യുന്നതിന് മീൻസ് എൻ്റെ തപസ്സിൻ്റെ ഫലമൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഭരിച്ചു അങ്ങയുടെ ദർശനത്താൽ. തതഹ അഹം മുക്തിം വ്രജാമി, അനന്തരം ഞാൻ എനിക്ക് മുക്തി മാത്രമേ വേണ്ടൂ, ഞാൻ മുക്തി പ്രാപിക്കുന്നത്. എന്താ പറയുക വെച്ചാൽ ഭക്തന്മാരുടെ പരമാശ്രയസ്ഥാനഭൂതനായാണ് രാമനെ. അപ്പം അങ്ങനത്തെ രാമനോട് ശരഭംഗൻ എന്താ പറഞ്ഞ്, ഹേ രാമ, അങ്ങ് പരമേശ്വരൻ തന്നെയാണ്, ഈശ്വരന്മാരുടെ ഈശ്വരൻ എന്നർത്ഥം പരമേശ്വരൻ ചാൽ അല്ലേ. അപ്പോൾ അങ്ങേ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ തപസ് ചെയ്ത് ഞാൻ കുറേ കാലമായിട്ട് അങ്ങയുടെ ഈ വരവ് കാത്തിരിക്കുകയാണ്. എൻ്റെ തപസ്സുകൊണ്ട് സിദ്ധമായിട്ടുള്ള ഈ പുണ്യം മുഴുവൻ ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. എനിക്ക് ആ പുണ്യം വേണ്ട, ആ ദർശനം കിട്ടിയല്ലോ എനിക്ക്, അത് സഫലമായി എൻ്റെ തപസ്. ആ തപസ്സിൻ്റെ പുണ്യം മുഴുവൻ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു, ഞാൻ മുക്തനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് എനിക്ക് മുക്തി മാത്രം തന്നാൽ മതിയെന്ന്. പ്രീത്യാഹ ശരഭംഗോപി രാമം ഭക്തപരായണം ബഹുകാലമിഹൈവാസം തപസേ കൃതനിശ്ചയ, തവ സന്ദർശനാകാംക്ഷീ രാമത്വം പരമേശ്വര, അദ്യമത്തപസാ സിദ്ധം യത് പുണ്യം ബഹുവിദ്യതേ, തത് സർവം തവ ദാസ്യാമി, തതോ മുക്തിം വ്രജാമ്യഹം. അതായത് ഇനിയും എന്താ പറയണ ശരഭംഗൻ ചാൽ, ഇനിയും മുക്തി മാത്രമേ വേണ്ടൂ പറയണം. കാരണം ഇനിയും ജനിച്ചാൽ, അതായത് നമുക്ക് പാപം ഉണ്ടെങ്കിലും പുണ്യം ഉണ്ടെങ്കിലും അത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, പാപമാണെന്ന് വെച്ചാൽ നമ്മൾ ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കണം, പുണ്യമാണ് നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പുണ്യം നമുക്ക് അനുഭവിക്കണം, പുണ്യഫലവും. അപ്പോൾ നമുക്കിനി ജന്മമില്ലാതിരിക്കണമെങ്കിൽ പാപവും പുണ്യവും ഒന്നും നമുക്ക് പാടില്ല. അതായത് നമ്മൾ അതിലും മീതെയായിട്ട് അതുകൊണ്ടാണ് സാധാരണ എല്ലാവരും പറയണത്, എന്താ വെച്ചാൽ നമ്മളിതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, പുണ്യകർമ്മങ്ങളാണെങ്കിലും പാപകർമ്മങ്ങളാണെങ്കിലും ഭഗവതർപ്പിതമായിട്ട് ചെയ്താൽ നമുക്ക് കർമ്മബന്ധനം ഇല്ലയെന്ന്. ഓഫ് കോഴ്സ് പാപകർമ്മം നമ്മൾ ചെയ്യണ ഇവിടെ പറയേണ്ട അർത്ഥമില്ല. പക്ഷേ പുണ്യകർമ്മങ്ങൾ പോലും ഭഗവതർപ്പണമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ സ്വർഗത്ത് പോകണം. എന്നിട്ട് അത് കഴിഞ്ഞാൽ ആദ്യം ജനിക്കേണ്ടി വരും. അതാണേ രണ്ടാമത് ശരീരം ഉണ്ടാവാൻ കാരണം എന്താണ്? പുണ്യപാപകർമ്മങ്ങളൊക്കെ ബന്ധനാണ്. അപ്പോൾ ഈ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് പാപമാണെന്ന് അറിയാണ്ട് ചിലപ്പോൾ പാപം ചെയ്യൂലോ. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്താൽ പിന്നെ നമുക്ക് കർമ്മബന്ധനം ഇല്ല. അപ്പം മാത്രമേ നമുക്ക് മുക്തനാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കർമ്മയോഗത്തിൻ്റെ രഹസ്യമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തന്ന ആര്? ഈ ശരഭംഗ മഹർഷി. അത് നമ്മളിവിടെ ശരിക്ക് ആലോചിക്കേണ്ടതാണ്. കാരണം നോക്കൂ, അദ്ദേഹം എന്താ പറഞ്ഞാൽ, ഞാൻ കുറേ കാലമായി തപസ് ചെയ്തു അങ്ങയ്ക്ക് വേണ്ടിയിട്ട്. ആ തപസ്സുകൊണ്ട് ചെയ്ത പുണ്യം പോലും ഞാൻ എനിക്കതിൻ്റെ ഫലം അനുഭവിക്കേണ്ട പുണ്യത്തിൻ്റെ ആ പുണ്യം കർമ്മങ്ങൾ ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. അത് കാരണം എന്നെ മുക്തനാക്കണം, കർമ്മബന്ധനാക്കിയിട്ട് എനിക്ക് മുക്തി കിട്ടണം. അതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം. അതായത് എല്ലാം ചെയ്യുന്നത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്ത തപസ്സിൻ്റെ പുണ്യം പോലും ഈശ്വര ദർശനം സാധിച്ചതോടുകൂടെ അവസാനിച്ചു. അത് പിന്നെ ഞാൻ ആ പുണ്യഫലം അനുഭവിക്കാൻ നമുക്ക് സ്വർഗത്തിൽ പോണ്ടാന്ന് പറയുകയാണ് ശരഭംഗ മഹർഷി.
രാമസന്ദർശനം പുണ്യകർമ്മത്തിൻ്റെ പരമഫല ആയതുകൊണ്ട് ശരഭംഗമുനി ഇപ്പോൾ കർമ്മബന്ധനത്തിൽ നിന്നൊക്കെ മുക്തനായി. കാരണം അദ്ദേഹം ചെയ്ത തപസ്സിൻ്റെ പുണ്യം മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചു. ഇനി ഒരു കർമ്മബന്ധനവും ഇല്ല. ഇനി അങ്ങനെ തന്നെ ഭഗവാനിലെ ലയിക്ക് വേണ്ടു. അതാണ് പിന്നെ പറയുന്നുണ്ടല്ലോ ഭാഗവതത്തിലെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാഗവതത്തിൽ. അതായത് ഹൃദയഗ്രന്ഥി പൊട്ടി, അതായത് നമുക്ക് എല്ലാ അറ്റാച്ച്മെൻ്റൊക്കെ പോയി സംശയങ്ങൾ തീർന്നു. ഒരു കാര്യം കൂടി ഉണ്ട്. എന്ത്? കർമാണി ക്ഷീയന്തേ ചാസ്യ കർമാണി. കർമ്മങ്ങൾ മുഴുവൻ ക്ഷീണിച്ചു. മീൻസ് എന്താ? ഒരു കർമ്മവും ഇല്ലാതെയായി, നിഷ്കർമ്മായി. അപ്പോൾ പിന്നെ അതിൻ്റെ ഫലം അനുഭവിക്കണ്ടല്ലോ. അത് പറയണ്ടല്ലോ. അപ്പോൾ ഈ ഈശ്വരനെ എപ്പോഴാണ് നമ്മൾ അറിയണത്? അപ്പോൾ നമ്മുടെ ഹൃദയഗ്രന്ഥി മുറിഞ്ഞു പോവും, എല്ലാ സംശയങ്ങളും തീരും. മാത്രമല്ല, ഞാൻ ബ്രഹ്മം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നശിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്തും കൊണ്ട് നമ്മൾ ജീവിതം മുഴുവൻ പോയാൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് കർമ്മബന്ധനം ഇല്ലേ. അപ്പം നേരെ ഈ സ്ഥൂല ശരീരം അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷ്മ ശരീരം ഭഗവാനെ ലയിക്കും. അത് നമ്മളൊപ്പം ത്യജിക്കും. അതായത് ഏതൊരാളാണോ ജീവിതം മുഴുവൻ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്തത്, ആ യോഗി ഈ സ്ഥൂല ശരീരം ത്യജിക്കുമ്പോൾ ഒപ്പം തന്നെ സൂക്ഷ്മ ശരീരം ത്യജിക്കാൻ പറ്റും. കാരണം കർമ്മബന്ധനമില്ല. അത് അപ്പോൾ സദ്യോമുക്തി കിട്ടും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സദ്യോമുക്തിയൊക്കെ അല്ലേ. അപ്പം ഇതിലിപ്പോൾ ശരഭംഗ മഹർഷിയുടെ ശരിക്കും പറയാച്ച ഒരു കർമ്മയോഗത്തിൻ്റെ രഹസ്യം ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നു നമുക്ക്. പ്രീത്യാഹ ശരഭംഗോപി രാമം ഭക്തപരായ. വായിച്ചു അല്ലേ? വായിച്ചു. ഓക്കെ. ഇനി നമുക്ക് 6. സമർപ്യ രാമസ്യ മഹൽ സുപുണ്യഫലം വിരക്ത ശരഭംഗയോഗി ചിതിം സമാരോഹയദപ്രമേയം രാമം സസീതം സഹസാ പ്രണമ്യ. എന്തൊരു സന്തോഷമാണ് നോക്കൂ. മഹൽ സുപുണ്യഫലം രാമസ്യ സമർപ്യ. എല്ലാ പുണ്യഫലങ്ങളും രാമനായി സമർപ്പിച്ചിട്ട് വിരക്ത ശരഭംഗയോഗി നിസ്സംഗനായി, ഹൃദയഗ്രന്ഥിയൊക്കെ മുറിഞ്ഞുപോയി. അപ്രമേയം സസീതം രാമം, പ്രമാണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന സീതാസമേതനായ രാമനെ. അതായത് എല്ലാ ഗുണങ്ങൾക്കും എല്ലാറ്റിനും അതീതനായിട്ടുള്ള ആ പരമാത്മ ചൈതന്യം തന്നെ രൂപം കൊണ്ടുവന്ന രാമനെ പ്രണമിച്ചിട്ട് സഹസ ചിതിം സമാരോഹൻ, വേഗം ചിതിയെ ആരോഹണം ചെയ്തു. അതായത് ചിതയിൽ പ്രവേശിച്ച് ഈ സ്ഥൂല ശരീരത്തിനെ ത്യജിച്ചു. അതോടെ സൂക്ഷ്മ ശരീരവും ത്യജിക്കപ്പെട്ടു. കാരണം കർമ്മബന്ധനമില്ല, മോക്ഷം കിട്ടിയെന്നർത്ഥം ചുരുക്കം. അതായത് തീയിൽ ചാടി ദേഹം ത്യജിച്ച് മോക്ഷം ലഭിച്ചു. അതാണ് പറഞ്ഞത്. അതായത് എത്രയോ കാലത്തെ തപസ്സിന് സിദ്ധമായിട്ടുള്ള ആ മഹാപുണ്യത്തിനെ മുഴുവൻ രാമന് സമർപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് വേദപ്രമാണങ്ങൾക്കും ഒന്നുകൊണ്ടും നമുക്ക് വിവരിക്കാൻ സാധിക്കാത്തതുമായ ആ സച്ചിദാനന്ദ സ്വരൂപനായ സീതാരാമനെ നമസ്കരിച്ച് ശരഭംഗ മഹർഷി ഒന്നിലും മനസ്സ് വയ്ക്കാതെ രാമനിൽ തന്നെ മാത്രം മനസ്സ് വെച്ച് ഏകാന്ത ഭക്തിയോടുകൂടി ആ ചെത കൂട്ടി അതിലേക്ക് അങ്ങോട്ട് ചാടി മുക്തി ലഭിച്ചു അദ്ദേഹത്തിന്. സമർപ്യ രാമസ്യ മഹൽ സുപുണ്യഫലം വിരക്ത ശരഭംഗയോഗി ചിതിം സമാരോഹയത പ്രമേയം രാമം സസീതം സഹസാ പ്രണമ്യ. ഇനി നമുക്ക് എത്രാമത്തെയാണ്? 7. ധ്യായം സ്ഥിരം രാമമശേഷഹൃസ്ഥം ദുർവാദളശ്യാമളമംബുജാക്ഷം ചീരാംബരം സ്നിഗ്ധജടാകലാപം സീതാസഹായം സഹലക്ഷ്മണം തം. ദുർവാദളശ്യാമളം എന്താ? പച്ച നിറം എന്നാണ്. അതായത് കറുകപ്പുല്ലിൻ്റെ നിറത്തോടു കൂടിയവനും, അംബുജാക്ഷം താമര കണ്ണുകളോട് കൂടിയവനും, ചീരാംബരം വൽക്കലം ഉടുത്തവനും, മരവുരി സ്നിഗ്ധ ജടാകലാപം നല്ല ജട കെട്ടിവെച്ചവനും, സീതാസഹായം സഹലക്ഷ്മണ സീതാലക്ഷ്മണ സഹിതനും, അശേഷഹൃസ്ഥം സമസ്ത ജനങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്നവനുമായ അല്ലേ, അന്തര്യാമിയല്ലേ, തം രാമം ആ രാമനെ
ചിരം ധ്യായൻ അധിക നേരം ധ്യാനിക്കുന്നവനായിരുന്നു. അങ്ങനെ എങ്ങനെയാ ഈ ശരീരം കളഞ്ഞെന്ന് പറയണ ഈ സമസ്ത ജീവജാലങ്ങളുടെയും അന്തര്യാമിയായി വസിക്കുന്ന പരമാത്മാവ് തന്നെ ഭക്തന്മാരുടെ ധ്യാനം കൊണ്ട് കാണാൻ സാധിച്ചു. അതുകൊണ്ട് അത് കണ്ടിട്ട് സമസ്ത സംസാര സന്താപത്തെയും ഈ ഭഗവാനെ കാണുമ്പോൾ സമസ്ത സംസാര സന്താപം മുഴുവൻ മാറി. അങ്ങനെ ഈ ദുർവാദള ശ്യാമള കാന്തിയോടും അംബുജാക്ഷൻ എന്ന് പറഞ്ഞ താമരദളം പോലെ മനോഹരമായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയവനും വൽക്കല അണിഞ്ഞവനും മൃദുലമായ ജട കെട്ടിവെച്ചവനും സീതാസഹിത ലക്ഷ്മണനും കൂടെ മുമ്പിൽ നിൽക്കുന്ന ആ രാമവിഗ്രഹത്താൽ രാമനായി പരമാത്മചൈതന്യം തന്നെ രാമനായി മുമ്പിൽ നിൽക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ തന്നെ ശരഭംഗ മഹർഷി ഹൃദയത്തിൽ ധ്യാനിച്ചുറപ്പിച്ചു എന്ന്. അതിപ്പോൾ ഇതുപോലെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, വായിക്കുമ്പോൾ ഓർമ്മ വന്നത് ഭീഷ്മരുടെ അല്ലേ. ഭീഷ്മരങ്ങനെയല്ലേ ആ മുമ്പിൽ നിൽക്കണ ആ വാസുദേവനെ, അതായത് എല്ലാവർക്കും കൃഷ്ണനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഭീഷ്മർക്ക് ചതുർഭുജ വിഷ്ണുവായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഭീഷ്മര ആ രൂപം തന്നെ ധ്യാനിച്ച് അങ്ങ് ഭഗവാനിൽ ലയിച്ചു. അതേപോലെയാണ് ഇപ്പോൾ ശരഭംഗ മഹർഷി പരമാത്മ ചൈതന്യം തന്നെ രൂപം കൊണ്ട് നിൽക്കുന്ന ആ രാമനിൽ തന്നെ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ചിട്ട് അങ്ങട് ഭഗവാനെ ലയിക്കുകയാണ്. അതായത് അപ്പോൾ ഇതിന് ഒന്നും കൂടി എന്തെങ്കിലും പറയണ്ടെന്ന് ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ വായിച്ചു. അതായത് നമ്മളിപ്പോൾ രൂപത്തോടു കൂടിയ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്ക് ആ പരബ്രഹ്മത്തിൽ തന്നെ ലയിക്കാൻ സാധിക്കും. കാരണം പരബ്രഹ്മം തന്നെ രൂപം പൂണ്ട ആണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് ബോധ്യമായിട്ടാണല്ലോ ഈ ധ്യാനിക്കണതേ. ഇപ്പോൾ പരബ്രഹ്മം തന്നെ സത്വഗുണസ്വരൂപം എടുത്ത് എൻ്റെ മുമ്പിൽ നിൽക്കുക എന്നാണ് മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ വിചാരിച്ചത്. എന്നിട്ടാണ് മനസ്സിനെ മുഴുവൻ ഭഗവാനിലാക്കി സദ്യമുക്തി കിട്ടി. അതേപോലെ ശരഭംഗ മഹർഷി ഇപ്പോൾ ശ്രീരാമൻ തന്നെ പരമാത്മ ചൈതന്യം സത്വഗുണം പൂണ്ട് വന്നതാണെന്ന് അറിഞ്ഞതുകൊണ്ട് അതന്നെ മനസ്സിൽ ധ്യാനിച്ച് മുക്തി കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞാൽ സകല സ്വരൂപം ധ്യാനിച്ചാലും നമുക്ക് ജ്ഞാനോദിച്ച് മുക്തി കിട്ടാം. സകല സ്വരൂപമായ വിരോധമൊന്നുമില്ല എന്നും കൂടി ഇതിൽ പറയുന്നുണ്ടെന്ന് പറയണം. അതായത് ഈ സഗുണസ്വരൂപത്തെ നിരന്തരം ധ്യാനിക്കുന്ന ഭക്തന്മാരും ശരീരം ത്യജിച്ചു കഴിഞ്ഞാൽ ഈ അഖണ്ഡ സച്ചിദാനന്ദ ബ്രഹ്മത്തെ തന്നെ ഐക്യം പ്രാപിക്കും എന്നുള്ള ആ ഭക്തിയോഗത്തിൻ്റെ രഹസ്യത്തിനെയും ഈ ശരഭംഗ മഹർഷിയുടെ കഥ പറയുന്നുണ്ട്. ആക്ച്വലി ശരഭംഗ മഹർഷിയുടെ കഥ ചെറിയൊരു കഥ വെച്ചാലും അതിൽ കർമ്മയോഗത്തിൻ്റെ രഹസ്യവും ഭക്തിയോഗത്തിൻ്റെ രഹസ്യം വളരെ ഭംഗിയായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ആര്? വ്യാസഭഗവാൻ. അതായത് നോക്കും, ശ്രീരാമനെ വിചാരിച്ച് മോക്ഷം കിട്ടി ഭീഷ്മരുടെ പോലെ. പിന്നെ കർമ്മ പുണ്യം നമ്മൾ അതും പറഞ്ഞുവല്ലോ. അപ്പോൾ ശരഭംഗ മഹർഷിയുടെ ഈ ചെറിയൊരു കഥയിൽ നമുക്ക് കർമ്മയോഗത്തിൻ്റെ രഹസ്യവും ഭക്തിയോഗത്തിൻ്റെ രഹസ്യവും വ്യാസഭഗവാൻ പ്രകാശിപ്പിച്ച് തന്നു നമുക്ക് കേട്ടോ. അപ്പോൾ ധ്യായം സ്ഥിരം അതല്ലേ വായിച്ചത് 7. അതെ, ധ്യായം സ്ഥിരം രാമമശേഷഹൃസ്ഥം ദുർവാദളശ്യാമളമംബുജാക്ഷം ചീരാംബരം സ്നിഗ്ധജടാകലാപം സീതാസഹായം സഹലക്ഷ്മണം ത്വം. ഒരിക്കലും ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഒരിക്കലും ഈ കർമ്മയോഗ രഹസ്യവും ഭക്തിയോഗ രഹസ്യവും ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ശരിക്കും തന്നെ വ്യാഖ്യാനം വായിച്ചപ്പോഴേ മനസ്സിലായുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ടത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. കോവാദയാലു സ്മൃത കാമധേനുരന്യോ ജഗത്യം രഘുനായകാദഹോ സ്മൃതോ മയാ നിത്യമനന്യഭാജാ ജ്ഞാത്വാ സ്മൃതിം മേ സ്വയമേവ യാത. ദയാലു ദയാശീലനും സ്മൃത കാമധേനു സ്മരിക്കുന്നവരുടെ കാമധേനുവും, അതായത് ഇഷ്ടമുള്ള അഭീഷ്ടം സാധിപ്പിക്കുന്നവനെന്നർത്ഥം അല്ലേ. സ്മരിക്കുന്നവരുടെ കാമധേനു പറഞ്ഞാൽ എന്താ? സ്മരിക്കുന്നവരുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നവനും. രഘുനായകാൽ അന്യഹ കഹ വാ അഹോ.
രഘുനാഥനിൽ നിന്ന് അന്യനായിട്ട് ആരുണ്ട്? ആശ്ചര്യം, അത്ഭുതം എന്ന് കാണിക്കുകയാണ്. അനന്യഭാജ മയ, അന്യനെയും ഭജിക്കാത്ത എന്നാൽ, ഞാൻ വേറൊരാളെ ഭജിച്ചിട്ടില്ല. നിത്യം സ്മൃതം, എപ്പോഴും സ്മരിക്കപ്പെട്ടവനായിരുന്നു. മേ സ്മൃതിം ജ്ഞാത്വ, എൻ്റെ ഈ ഞാൻ നിരന്തരം അങ്ങയെ സ്മരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് സ്വയമേവ യാത, അങ്ങ് എൻ്റെ മുമ്പിൽ വന്നു. അതാണ് എത്ര കാരുണ്യാണ് ഭഗവാനെന്ന് പറയാണ് ശരഭംഗ മഹർഷി പറയാണ്. അങ്ങേയറ്റം ഭക്തവത്സലനും ഭക്തന്മാരുടെ സകല അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നവനും അല്ലെങ്കിൽ ഭക്തന്മാരുടെ കാമധേനുവുമായിട്ടുള്ള രാമചന്ദ്ര സ്വാമി അല്ലാതെ മറ്റാരാളുള്ളത് അങ്ങനെയെന്ന് പറയാണ്. അത്ര രാമഭക്തനാണ് ശരഭംഗ മഹർഷി. ഭഗവാന്റെ ആ ഭക്തവാത്സല്യം എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്താച്ചാൽ ഞാൻ അന്യചിന്ത കൂടാതെ എപ്പോഴും അങ്ങയെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ആ ധ്യാനത്തിൻ്റെ അറിഞ്ഞിട്ട്, എൻ്റെ ആ ഭക്തി അറിഞ്ഞിട്ട് അങ്ങ് ഞാൻ എപ്പോഴും എൻ്റെ നിരന്തര സ്മരണ മനസ്സിലാക്കിയിട്ട് അങ്ങ് ഇതാ സ്വയമേവ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുകയാണല്ലോ. എത്ര കാരുണ്യം നിറഞ്ഞവനാണ് അങ്ങ് എന്ന് പറയാണ്. കോവാദയാലു സ്മൃത കാമധേനുരന്യോ ജഗത്യം രഘുനായകാദഹോ സ്മൃതോ മയാ നിത്യമനന്യഭാജ ജ്ഞാത്വാ സ്മൃതിം മേ സ്വയമേവ യാതഃ. ഇനി 9. പശ്യത്വിദാനിം ദേവേശോ രാമോ ദാശരഥി പ്രഭു ദഗ്ധ്വാ സ്വദേഹം ഗച്ഛാമി ബ്രഹ്മലോകമകൽമഷ. അകൽമഷഃ അഹം, കൽമഷരഹിതനായ ഞാൻ, അതായത് അശുദ്ധിയില്ലാത്ത പരിശുദ്ധനായ ഞാൻ എന്നർത്ഥം. അകൽമഷൻ എന്താ? പരിശുദ്ധൻ. സ്വദേഹം ദഗ്ധ്വ, എൻ്റെ ദേഹത്തെ ദഹിപ്പിച്ചിട്ട് ബ്രഹ്മലോകം ഗച്ഛാമി, എനിക്ക് ബ്രഹ്മപ്രാപ്തി ഉണ്ടാവണം. ദേവേശ പ്രഭു ദാശരഥി രാമ ഇതാനും പശ്യതു, ദേവേശ്വരനും പ്രഭുവും ദശരഥപുത്രനുമായ രാമൻ ഇപ്പോൾ കാണട്ടെ. അതാണ് എന്താ പറയുക, ഈ ഞാൻ ഇത്രകാലം അങ്ങേ തപസ് ചെയ്തു, എൻ്റെ പുണ്യവും പാപവും എല്ലാം ഞാൻ അങ്ങയിൽ സമർപ്പിച്ചു. അങ്ങനെ പരിശുദ്ധനായിട്ടുള്ള ഞാൻ, അകൽമഷൻ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പരിശുദ്ധനായി എല്ലാ ഹൃദയഗ്രന്ഥി പൊട്ടി, കർമ്മങ്ങൾ ക്ഷയിച്ചു, എല്ലാം ചെയ്തു, പാപമൊന്നുമില്ല. അങ്ങനത്തെ ഞാൻ സ്വന്തം ദേഹത്തെ ദഹിപ്പിച്ചിട്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിനെ രാമൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ചിട്ട് ചീല് ചാടിയിട്ട് ഞാൻ ദേഹത്യാഗം, എൻ്റെ 2 ദേഹങ്ങളെയും ഇവിടെ തന്നെ ത്യജിച്ചിട്ട് ഞാൻ മുക്തി പ്രാപിക്കുന്നത് അങ്ങ് കാണണം. അതായത് അങ്ങ് കണ്ടുകൊണ്ടിരിക്കെ ഞാനത് ചെയ്യട്ടെ എന്ന് പറയാണ്. സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായ ദശരഥപുത്രനായിട്ടുള്ള രാമൻ ഇപ്പോൾ ഞാൻ ഈ ദേഹം ദഹിപ്പിച്ചിട്ട് മോക്ഷം എനിക്ക് ലഭിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് പറയാണ്. അതായത് രാമൻ കാണെ തന്നെ എനിക്ക് രാമനിൽ ലയിക്കണമെന്ന്. എത്രയൊരു ശരംഗ മഹർഷി അതാണ് പറയണത് കേട്ടോ. പശ്യത്വിദാനീം ദേവേശോ രാമോ ദാശരഥി പ്രഭു ദഗ്ധ്വാ സ്വദേഹം ഗച്ഛാമി ബ്രഹ്മലോകമകൽമഷ. 10 കൂടി വായിച്ചു നിർത്താം. അയോധ്യാധിപതിർമേസ്തു ഹൃദയേ രാഘവ സദാ യദ്വാമാങ്കേ സ്ഥിതാ സീതാ മേഘസ്യേവ തടില്ലത. അയോധ്യാധിപതി രാഘവ, അയോധ്യാധിപതിയായ രാഘവൻ മേ ഹൃദയേ സദാ അസ്തു, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ശോഭിക്കട്ടെ. യദ്വാമാങ്കേ, ആ ഏതൊരാളുടെ വലത്തെ മടിയിൽ മേഘസ്യ തടിലത ഇവ സീതാസ്ഥിത, മേഘത്തിൻ്റെ മിന്നൽ പോലെ, മേഘത്തിലെ മിന്നൽ പോലെ ഇരിക്കുന്നു. അതായത് എന്താ പറഞ്ഞ വെച്ചാലോ, മേഘത്തിൻ്റെ മധ്യത്തിൽ മിന്നൽ എന്ന പോലെ ഏതൊരു ദേവൻ്റെ വാമാങ്കത്തിൽ സീതയിരിക്കുന്നുവോ ആ അയോധ്യാപതിയായ രഘുനാഥൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കട്ടെ. അങ്ങനെയാണ് ശരഭംഗ മഹർഷി പറയുന്നത്. സീതയെ മടിയിൽ വെച്ചും കൊണ്ടുള്ള ആ അയോധ്യാധിപതിയായിട്ടുള്ള രാഘവൻ എൻ്റെ മനസ്സിൽ എല്ലാ കാലവും പ്രകാശിച്ച് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ത് നല്ലതൊരു ഇതാണല്ലേ. അപ്പം ഞാൻ ഇവിടെ നിർത്താം. എത്രാമത്തെ? 10ാമത്തെ വായിച്ചിട്ട് കേട്ടോ. അയോധ്യാധിപതിർമേസ്തു ഹൃദയേ രാഘവ സദാ
യദ്വാമാങ്കേ സ്ഥിതാ സീതാ മേഘസ്യേവ തടില്ലതാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്നസഹിത ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.